മീനിങ് ഓഫ് ലൈഫ് ത്രൂ എക്സ്പീരിയൻസ്. അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ദുരനുഭവങ്ങളുടെ തീച്ചൂളയിലായിരുന്ന ഈ ചെറുപ്പക്കാരനോടാണ് ക്രിസ്തു ഈ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ വരുന്നത്. തന്നെത്താൻ ശരീരത്തെ മാരകമായി മുറിവേൽപ്പിക്കുന്ന, ജീവിതത്തിൽ അവനെ ആശ്വസിപ്പിക്കുവാനോ അവനെ ഒന്ന് തടുത്തു കൂട്ടുവാനോ ആരുമില്ലാതിരുന്നൊരു ചെറുപ്പക്കാരൻ്റെ അടുക്കിലേക്ക് ദൈവം വരികയാണ്. എന്തായിരിക്കാം അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത്? ഒരുപക്ഷെ ഈ സ്വർഗീയ സ്നേഹത്തെ തൻ്റെ കൂടെയുള്ള മനുഷ്യന് മുഴുവൻ തിരിച്ചറിയേണ്ടതിന് അവനെ ഒരു പാത്രമാക്കി തിരഞ്ഞെടുത്തതായിരിക്കാം. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയൊരു കുറവിതാണ്, തൻ്റെ മാനസിക സംഘർഷങ്ങളിൽ, ജീവിതത്തിൻ്റെ കൈക്കുറ്റപ്പാടുകളിൽ അവനെ ആശ്വസിപ്പിക്കാൻ, ഒരു മനുഷ്യനെ ശേഷിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫെലോഷിപ്പ് ഉണ്ടാക്കാൻ കഴിയാതെ പോയ, അല്ലേ, ജീവനുള്ളവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരുടെ ഇടയിലേക്ക് സ്വമേധയാ എറിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. ഇന്ന് നമ്മുടെ ഇടയിലും ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവിവാഹിതനായ ഒരു പുരോഹിതനാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാക്കുന്ന ഒരു വിഷയം, അതുകൊണ്ട് എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു വിഷയമാണ്, അടുത്തിടയിൽ വളരെ ഫെമിലിയർ ആവുന്ന ഒരു വിഷയമാണ് സൈലന്റ് ഡിവോഴ്സ്. ഞങ്ങളൊക്കെ ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴേ ആളുകൾ പറയും, നിങ്ങൾക്ക് ഇത് മാത്രമേ പറയാൻ നേരമുള്ളൂ. നിയമപരമായ വിവാഹമോചനങ്ങൾ ഇന്ന് ഒരുപാട് കൂടുന്നുണ്ടല്ലേ. അടുത്തിടയിൽ ഒരു വിവാഹമോചനം വന്നിങ്ങനെയാണ്, ചെറുപ്പക്കാരൻ മണവാളൻ കൂർക്കം വലിക്കുന്നത് സഹിക്ക വയ്യാതെ പെൺകുട്ടി കൊണ്ട് ഇവിടുത്തെ ആമ്പിള്ളേർ കൂർക്കം വലിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോ കേട്ടോ. അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജീവിത പങ്കാളി ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സൈലന്റ് ഡിവോഴ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് സൈലന്റ് ഡിവോഴ്സ് എന്നറിയാമോ? ഒരേ കൂരയ്ക്ക് കീഴിലാണ് ജീവിക്കുന്നത്, പക്ഷേ ആത്മാവ് കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത, നിയമപ്രകാരം വേർപെട്ടിട്ടില്ല, പക്ഷേ മാനസികമായി ആത്മാവ് കൊണ്ട് ഐക്യപ്പെടാത്ത ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു കൂരയുടെ കീഴിലുള്ള ജീവിതത്തിൻ്റെ പേരാണ് സൈലന്റ് ഡിവോഴ്സ്. നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്, പരസ്പരം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു പരിശുദ്ധാത്മ കൃപ കൊണ്ട് എന്താണ് എൻ്റെ ജീവിത പങ്കാളി ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടാത്ത, അതിന് മുതിരാത്ത, യാതൊരു കോംപ്രമൈസുകൾക്കും തയ്യാറാകാതെ, എന്നാൽ ഇപ്പോഴും ഒരു കൂരയ്ക്ക് കീഴെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ രുചികൾ ഭാഗം വെക്കാത്ത, ഒരുമിച്ച് കിടക്കുന്നുണ്ട് പക്ഷെ ശരീരം പങ്കുവെക്കാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവർ ഈ ഗദരദേശത്തെ മനുഷ്യര് തുല്യരായി സ്വമേധയാ കല്ലറ രൂപപ്പെടുത്തിയവരാ, അല്ലേ? ഇത് കുടുംബങ്ങളിലെ കഥയാണെങ്കിൽ ഇതിനൊരു തിരുത്ത് ക്രിസ്തുവിലൂടെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ പറയും, ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. ഒരുപാട് അഹങ്കാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട. അത് നാൽക്കാലികൾക്ക് പറയാവുന്ന മാത്രമുള്ളൊരു ഭാഷയാണ്. കാരണം അവരുടെ ജീവിതത്തിന് പിന്നീട് അപ്പുറത്തോട്ടൊരു യാത്രയില്ല. എന്നാൽ മനുഷ്യാന്തസ്സിൽ ജീവിക്കണമെങ്കിൽ അവൻ അവരനെ കൂടെ കരുതിയേ മതിയാകുള്ളൂ. അവന് മറ്റൊരാളുടെ സഹായം, ഒരു കുഞ്ഞിന് ശുഭകരമായ വളർച്ചയ്ക്ക് ഒരമ്മയുടെ പരിചരണം ആവശ്യമായേ മതിയാകൂ, ഇല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ അമ്മയുടെ ആദ്യത്തെ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നതിൻ്റെ കാരണം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ ജീവിതാന്ത്യം വരെയുള്ള അവൻ്റെ ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നത് ആദ്യത്തെ കന്നിപ്പാലിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യനും മറ്റൊരാളുടെ സഹായം കൂടിയേ മതിയാകത്തുള്ളൂ. അവിടെയാണ് നമ്മൾ പറയുന്നത് ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. അത് ശരിയാണോ? കുടുംബജീവിതം നയിക്കുന്ന കുറേ പേര് ഇവിടെ ഇരിപ്പില്ലേ? രസകരമായ എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു സംഭവകഥ പറയാം. ഒരു സിനിമാ കഥയാണ്. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുമായിരിക്കും. അവാർഡ് വിന്നിംഗ് ഫിലിമായ ഒരു മലയാളത്തിലിറങ്ങിയ മനോഹരമായ ഒരു ചിത്രമാണ് ആദാമിൻ്റെ മകൻ അബു. സലിംകുമാറാണ് അതിൽ അഭിനയിച്ചത്. ഏതായാലും ഏലിയാസ് തിരുമാനി ഇല്ല, ഇന്നല്ല നന്നായി. ഞാൻ കഥയൊക്കെ ധൈര്യമായിട്ട് പറയാമല്ലോ. ഞാൻ നന്നായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചു കൂർലോ സിനിമേനിയും പെട്ടെന്ന് പോണേന്ന്. കാരണം പിതാക്കന്മാർ ഇരിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയം. ഞാൻ ഒത്തിരി ജൂനിയറായ ഒരു അച്ഛനാണ്. അതുകൊണ്ട് പിതാക്കന്മാരിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിറയലുണ്ടാവും. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. തിരുമേനിക്ക് ഫ്ലൈറ്റ് വരേണ്ട സമയമായതുകൊണ്ട് തിരുമേനിയും പോയി. അതുകൊണ്ട് നിങ്ങളിത് പുറത്ത് പോയി പറയരുത്. ലൈവുകാർ പുറത്തിട്ട് മാക്സിമം എന്നെ ചെയ്യാവുന്നതൊക്കെ ചെയ്തോളും. ഇതിനകത്ത് പറയുന്ന മനോഹരമായ ഒരു ആശയം ഇതാണ്. അതിലെ നായക നടനാണ് ഈ സലിംകുമാർ, ഒരു മുസ്ലിം യുവാവ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വിശുദ്ധ നാട്ടിൽ പോകണം, മക്കയ്ക്ക് പോകണം, ഹജ്ജ് നടത്തണം എന്നുള്ളതാണ്. അദ്ദേഹം അത്ര സമ്പന്നനല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു,
ജീവിതത്തിൽ ഈ ഹജ്ജിന് പോകേണ്ട സമയമാകുമ്പം അതിനുവേണ്ടി ഒരു സമ്പത്ത് എന്നവണ്ണം വീടിൻ്റെ വാതിക്കൽ ഒരു പ്ലാവ് നട്ടു. ഈ പ്ലാവ് വളർന്ന് വലുതാകുമ്പം തടി വിറ്റിട്ട് ടിക്കറ്റിനുള്ള പൈസ സ്വരൂപിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസത്തെ ഏണിങ്സിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ കുറച്ച് മാറ്റിവെക്കും. എന്തിനാ? തൻ്റെ ഭാര്യയ്ക്കും തനിക്കും ഈ വിശുദ്ധ നാട്ടിൽ പോയി ആ ചെലവുകളൊക്കെ കഴിക്കാൻ. ടിക്കറ്റിനുള്ള പൈസ പ്ലാവിൽ നിന്ന്, ബാക്കി ചെലവിനുള്ള പൈസ താൻ കരുതി വെക്കുന്ന പണം. അങ്ങനെ വളരെ ആഗ്രഹത്തോടു കൂടി പോകാനുള്ള സമയമായി. സുഹൃത്തായ മില്ലുടമയോട് പറഞ്ഞു, എപ്പോഴാന്ന് വെച്ചാൽ വന്ന് പ്ലാവ് വെട്ടിക്കോളാം, ഞാൻ വന്ന് പണം അടിച്ചു കൊള്ളാം. അദ്ദേഹം എല്ലാവരോടും ഹജ്ജിന് മുമ്പ് എല്ലാവരോടും നിരപ്പാകേണ്ടതിന് ഇങ്ങനെ യാത്ര പറയാൻ പോയി. വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് മില്ലുടമയുടെ അടുക്കൽ വന്നപ്പോൾ മില്ലുടമ സങ്കടത്തോടു കൂടി പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ? പ്ലാവ് മുറിച്ചു, പക്ഷെ പ്ലാവിനകം മുഴുവൻ പൊള്ളയാണ്. ഈ പറയുന്ന തുക തരാനുള്ള യാതൊരു മാർഗവും അതിലില്ല. പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു, പക്ഷെ ഞാൻ പണം തരാം. അഭിമാനിയായി നായകൻ പറഞ്ഞു, വേണ്ട, അർഹിക്കാത്ത പണം കൊണ്ട് ഹജ്ജിന് പോകാൻ പാടില്ല. അദ്ദേഹം നിരാശനായി വീട്ടിൽ വന്നിരുന്നു. രാത്രി കട്ടിലിൽ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പം ഭാര്യ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് 2 പേർ കൂടെ പോകാനല്ലേ പണം തികയാതെ വരത്തുള്ളൂ, കുറച്ച് പണം നമ്മുടെ കയ്യിലല്ലേ, താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യണം, താങ്കൾ വേണമെങ്കിൽ വിശുദ്ധ നാടൊക്കെ കണ്ടിട്ട് വാ. ഇദ്ദേഹം പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്. കല്യാണം കഴിച്ച എല്ലാ അച്ചായന്മാരും എല്ലാ അമ്മമ്മമാരും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പരസ്പരം കയ്യെ പിടിച്ചിട്ട് ഈ കൊതുക് പോലിരിക്കുന്ന അച്ഛൻ പറഞ്ഞ് ഈ വാചകം ഒന്ന് പറയണം. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, എടീ, വിശുദ്ധ നാടിനെ കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങളിലൊക്കെയും എൻ്റെ കയ്യെ പിടിച്ചോണ്ട് നീ ഉണ്ടായിരുന്നു. നീ ഇല്ലാത്ത ഒരു നാടും എനിക്ക് വിശുദ്ധ നാടല്ല. ഞാൻ വിശുദ്ധ നാടിനെ കണ്ട സ്വപ്നങ്ങളിലൊക്കെയും എൻ്റെ കയ്യെ പിടിച്ചോണ്ട് നീ ഉണ്ടായിരുന്നു. നീ ഇല്ലാത്ത ഒരു നാടും വിശുദ്ധ നാടല്ല എനിക്ക്. ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ തന്നെ പലർക്കും നാണം കൊണ്ട് തല താഴ്ത്തി. പക്ഷെ ഇന്ന് വൈകിട്ട് എന്നിട്ട് പറയണം, നീ ഇല്ലാത്തൊരു സ്വർഗവും എനിക്ക് സ്വർഗമല്ലടി. അച്ചായൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയണം, അച്ചായനില്ലാത്ത ഒരു നാടും ഒരു ദേശവും എനിക്ക് സ്വർഗമല്ല. എന്നാൽ ഇത് പറയാൻ കഴിയാത്ത ഒരു ദമ്പതികൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയണ്ടേ, ലിവിങ് ടുഗദർ നടത്തുന്ന ഒരു സാധാരണ മനുഷ്യ വിഭാഗത്തിലേക്ക് അകപ്പെട്ടു പോകും. അവിടെയാണ് മനുഷ്യാന്തസ് ജീവിക്കാൻ കഴിയാതെ സ്വയം കല്ലറ തീർത്ത മനുഷ്യന് തുല്യനായി നമ്മൾ മാറ്റപ്പെടും. അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരർത്ഥം കണ്ടെത്താൻ നമ്മളെ സഹായിക്കാതെ വരും. ഇനി കുടുംബത്തെ പറഞ്ഞതുകൊണ്ട് പള്ളി വെറുതെ പോകുമോ? ഇന്ന് നമ്മുടെ പള്ളികളിലെയും പ്രധാന പ്രതിസന്ധി എന്താ? എല്ലാവരും സജീവമായി പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ആത്മാവിൽ തൊടുന്നൊരു ബന്ധം ഈ ഒറ്റ അപ്പത്തിൻ്റെ അംശങ്ങളാകുന്ന നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. പിതാക്കന്മാരും വൈദികരും തമ്മിലുള്ള ബന്ധം, വൈദികരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഒരുപാട് വിള്ളലുകളിലേക്ക് ഇന്ന് വഴുതിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുക ഇല്ലേ? അവിടെയാണ് ഓർത്തണം, സ്വർഗരാജ്യം കാണാത്തൊരു ദേശത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പല്ല, നിങ്ങളുടെ ഇടയിലാണ്. അത് സാധ്യമാക്കുന്ന, അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ ഭൂമിയുടെ പറുദീസയാണ് ഇവിടം, ദേവാലയം. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെയും ഒരു അനുഭവത്തിലൂടെ ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്താൻ, ഒരു അന്തസ്സ കണ്ടെത്താൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ നോക്കിയിരിക്കുന്നവരല്ലേ? മർത്തോമായിലെ തീത്തോസ് തിരുമേനി വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞു. ഗ്രീക്ക് മിത്തിലുള്ള ഒരു കഥയാണ്. കഥ ഇതാണ്: കുറേ ആളുകൾ നരകത്തിലോട്ട് പോയി, കുറേ ആളുകൾ സ്വർഗത്തിലും പോയി. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന ഒരു മനുഷ്യന് വലിയ ദുഃഖം ഈ നരകത്തിലെ മനുഷ്യരെ കുറിച്ചാണ്. അങ്ങനെ പ്രാർത്ഥിച്ച ഒരുപാട് വിശുദ്ധർ ഈ ദേശത്തുണ്ടായിരുന്നു. ഗോഡ് പെർമിറ്റ് മീ ടു ഗോ ടു ഹെൽ എന്ന് പ്രാർത്ഥിച്ചത് മദർ തെരേസയാണ്. കാരണം എൻ്റെ സഹോദരങ്ങൾ വേദന അനുഭവിക്കുന്ന നരകത്തിലേക്ക് വേണമെങ്കിൽ എന്നെയും ഇട്ടുകൊള്ളൂ എന്ന് പ്രാർത്ഥിച്ചവരാ. അപ്പോൾ ഈ സ്വർഗത്തിലിരുന്ന ഒരു സഹോദരന് ഈ നരകത്തിലുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് എന്തെന്നില്ലാത്ത പ്രയാസമായി. കർത്താവിനോട് ഇന്ന് പ്ലീഡ് ചെയ്തു, എന്താണ്, ഒരവസരം 365 ദിവസത്തിൽ ഒരു ദിവസം ഇവരെയും സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ബാക്കി 364 ദിവസം എവിടെ കിടത്തിക്കോ? നരകത്തിൽ കിടത്തിക്കോ. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ ഇത്രമേൽ ആഗ്രഹിച്ച് പറഞ്ഞതുകൊണ്ട് ഇവൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം നരകത്തിലുള്ളവർക്ക് ഇങ്ങോട്ട് വരാം, സ്വർഗത്തിലോട്ട് വരാം. അങ്ങനെ നരകത്തിൽ കിടന്ന ഓർത്തഡോക്സുകാരെല്ലാം സ്വർഗത്തിലോട്ട് വന്നു. അന്ന് അവർക്ക് വലിയൊരു ഫീസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പെരുന്നാൾ കഴിഞ്ഞ് നല്ലൊരു നന്ദി പ്രകാശനമൊക്കെ നടത്തി. അപ്പോൾ ഇവരെ ഈ സ്വർഗത്തിലൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന മനുഷ്യനാണ് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത്.
പറഞ്ഞ കൂട്ടത്തിൽ ഈ നരകത്തിൽ നിന്ന് വന്നവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ വന്നിട്ട് എന്താണ് തോന്നിയത്? അപ്പം നരകത്തിൽ നിന്ന് വന്നവർ പറഞ്ഞു, സത്യത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഈ പള്ളിയുടെ നടുഭാഗത്തിരിക്കുന്ന ഒരു അമ്മാമ ദീർഘശ്വാസം വിട്ടിട്ട് പറയുന്നു, അയ്യോ ആശ്വാസമായി, ഇനി എന്നാ നരകത്തിൽ ധൈര്യമായിട്ട്. മുഴുവൻ പറഞ്ഞു തീർന്നില്ല, പറഞ്ഞു തീരട്ടെ. എന്താണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വ്യത്യാസം? രണ്ടിടങ്ങളിലും ഒരുപോലെയാണ് ഭക്ഷണം വിളമ്പുന്നത്. പക്ഷേ നരകത്തിൽ 4 പേര് അല്ലെങ്കിൽ 2 പേര് ഒരു മേശയിലിരിക്കും. എങ്ങനെയാണ് അവർ മേശ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പുറംതിരിഞ്ഞാണ് അവരിയ്ക്കുക. ഒരുവനും മറ്റൊരുവനെ നോക്കാതിരിക്കുന്ന അനുഭവമാണ് നരകം. എന്നാൽ സ്വർഗത്തിൽ വർഷത്തിൽ 1 വന്നപ്പം അവരന്ന് കണ്ട തിരിച്ചറിവിതാണ്, മുഖത്തോട് മുഖം നോക്കി സഹോദരങ്ങൾ ഇരിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് സ്വർഗം. പറഞ്ഞത് മനസ്സിലായോ? എവിടെയാണൊരു പള്ളി ദൈവം വാഴുന്ന ഇടമായി മാറുന്നതെന്ന് ചോദിച്ചാൽ സഹോദരൻ്റെ മുഖത്തേക്ക് നിർഭയം, ആശങ്കകളില്ലാതെ നോക്കാൻ കഴിയുന്ന ഇടത്തിൻ്റെ പേരാണ് പള്ളി. ഞാൻ കാരണം എൻ്റെ ദേവാലയത്തിൽ ഒരുവൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ 1000 കുർബാന ഞാൻ അർപ്പിച്ചിട്ടും പിന്നെ ഞാനൊരു നല്ല പുരോഹിതൻ എന്ന് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. അവിടെയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, ആയിരിക്കുന്നിടത്ത് ഒരു അനുഗ്രഹമായി തീരാൻ സഹായിക്കണം, ഇടയാകണം. വേണ്ടേ? ഇന്ന് വൈകിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്ന് വിടുകയാണ്. ഇനി എന്നോട് വല്ലോ കലഹം ഉണ്ടെങ്കിൽ 2 ദിവസം കൂടെ ഞാനിവിടെ കാണും, എന്നെ നിങ്ങൾക്ക് വന്ന് ഹേമിക്കാം. പക്ഷെ ഇന്ന് വൈകിട്ട് എന്ന് ചോദിക്കണം, ഞാനായിരിക്കുന്നിടങ്ങളിൽ ഞാൻ ഒരു അനുഗ്രഹമാണോ? എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഒരു ജീവിതത്തിനൊരു അനുഭവം കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരപ്പൻ പറയണം, ഒരപ്പനെ കുറിച്ച് മകൻ എഴുതിയ മനോഹരമായ ഒരു കവിത ഇതാണ്, എനിക്ക് വേണ്ടി അനേകം വെയിൽ കൊണ്ട എൻ്റെ തണലാണ് എൻ്റെ അപ്പൻ. വിണ്ടുകീറിയ അപ്പൻ്റെ കാൽപാദങ്ങളെ കണ്ടിട്ട് ഒരു മകൻ എഴുതിയ വരികളാ, എനിക്ക് വേണ്ടി അനേകം വെയിൽ കൊണ്ട എൻ്റെ തണലാണ് എൻ്റെ അപ്പൻ. അടുത്തിടയിൽ ഒരു പ്രസംഗത്തിലാണ് ഞാൻ കേട്ടത്, ഒരു മകൻ അമ്മ മരിച്ചു കിടന്നപ്പം അമ്മയ്ക്ക് പോയൊരു ചുംബനം കൊടുത്തു. ആ അമ്മയുടെ ഉദരത്തിലാ എന്നെ 10 മാസം ചുമന്ന് എന്നെ വേദനയോടുകൂടി പ്രസവിച്ച് യാതൊരു കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ എന്നെ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ അമ്മയുടെ ഉദരത്തോടുള്ള എൻ്റെ അമ്മയോടുള്ള കൃതജ്ഞത എത്ര പറഞ്ഞാലും മതിയാകും. നമ്മളായിരിക്കുന്നിടയിൽ നമ്മളൊരു അനുഗ്രഹമാണോ? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. ഇപ്പം ഏകദേശം നമുക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയുന്നത് ഇങ്ങനെയാണ്, ചെറുപ്പത്തിൽ ഒരുപാട് പട്ടിണി ഉണ്ടായിരുന്ന ഒരു കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ പട്ടിണിയുടെ അനുഭവങ്ങളിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. ഉച്ചയാകുമ്പം വീട്ടിൽ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും കഴിക്കാനുള്ള ഭക്ഷണം തികയത്തില്ല. അപ്പം തൻ്റെ സഹോദരങ്ങൾ വയറു നിറച്ച് കഴിക്കാൻ വേണ്ടി തൻ്റെ പങ്ക് കൂടി അവർക്ക് കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ഉച്ചയാകുമ്പോൾ വിളിച്ചു പറയും, അമ്മേ, ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ മനോഹരമായൊരു സദ്യ എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം മാറ്റി വെക്കണ്ട, എനിക്കുള്ള ഭക്ഷണം കൂടി എൻ്റെ സഹോദരങ്ങൾക്ക്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീട്ടിന് പുറത്തേക്ക് പോയി വെയിലത്തും എല്ലായിടത്തും ഒക്കെ മാറി നിന്നിട്ട് പട്ടിണി കിടക്കും. തൻ്റെ സഹോദരങ്ങളുടെ വയറ് പൂർണ്ണമായി നിറയ്ക്കാൻ തൻ്റെ വയറ് പട്ടിണിക്കിട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ വിവേകാനന്ദൻ. ആയിരിക്കുന്നിടങ്ങളെ അനുഗ്രഹമാക്കി ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയവൻ. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ 1ാമത്തെ പരാജയം ഇതായിരുന്നു, അവൻ്റെ കൂട്ടുപോരാൻ, അവൻ്റെ ജീവിതാന്തസ്സത്തിൽ അവനെ ഒന്ന് കൂട്ടുചേർത്ത് നിർത്താൻ അവനൊരു മനുഷ്യനെ സമ്പാദിച്ചില്ല എന്ന് മാത്രമല്ല, അവനാർക്കും ഒരു അനുഗ്രഹമായി തീരാൻ കഴിഞ്ഞില്ല എന്നുള്ളതും അവൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പാളിച്ചയായിരുന്നു. അവിടെയാണ് ഈ ആത്മീയ വ്യാപാരം നിർവഹിക്കുന്ന നമുക്ക് ജീവിതത്തിന് ക്രിസ്തുവിലൂടെ, ക്രിസ്തു അനുഭവങ്ങളിലൂടെ ഒരർത്ഥം കണ്ടെത്താനായിട്ട് സാധ്യമാകണം. 2, മീനിങ് ഓഫ് ലൈഫ് ത്രൂ ആക്ഷൻ. പ്രവൃത്തികളിലൂടെ ഒരു വിശ്വാസം സാധ്യമാക്കണം, അനുഭവത്തിന് അല്ലെങ്കിൽ ജീവിതത്തിനൊരർത്ഥം സാധ്യമാക്കണം. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ ഓർത്തഡോക്സിലെ ഭൂരിപക്ഷം അച്ഛന്മാരും നരകത്തിൽ പോകും. ഓ, എന്നാ ചിരിയല്ല പിന്നെ കണ്ടു വച്ചാൽ നമ്മൾ നരകത്തിൽ പോകാൻ നോക്കിയിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? കണ്ണിച്ചോരയില്ലാതെ മദ്ബഹായിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ വിളിക്കും വിശ്വാസികളുടെ സമൂഹമേ, അല്ലേ? നമ്മൾ സത്യത്തിൽ ദൈവം കണക്കിടുന്ന വിശ്വാസിയാണ്, സോക്കോൾഡ് സഭാവിശ്വാസികളാണ്, അല്ലേ? ഞാൻ നിങ്ങളെ വിമർശിക്കല്ല, ഞാൻ എന്നെ തന്നെ ഒന്ന് വിമർശിക്കുക. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസിയാണ്. നമ്മളെല്ലാം
നാവ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയ ഒരു കാര്യം നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന രീതിയാണ്. സർവശക്തിയുള്ള പിതാവ് തുടങ്ങുന്നതും കേൾക്കാം ആമീൻ പറയുന്നത്. അതിനിടയ്ക്കത്തെ ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആദ്യം ആമീൻ പറയുന്നവന് എന്തോ സമ്മാനം കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ പള്ളികളിൽ, അല്ലേ? ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് നാം വിശ്വസിച്ചത്? നമ്മൾ എന്തെങ്കിലും ഒരു പഠനം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? സർവശക്തനായ ദൈവത്തിലാണ്, ദൈവത്തിൻ്റെ ഏകജാതനിലാണ്, സകലത്തെയും പൂർത്തീകരിക്കുന്നവരിലാണ്, പരിശുദ്ധാത്മാവിലാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ശ്രമം നമ്മൾ നടത്താറില്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നാവ് കൊണ്ട് ഏറ്റു പറയുന്നതിൻ്റെ പേരാണ്, ഞാൻ പറയും വിശ്വാസം നാവിലല്ല കൈകളിലാണ്. വിശ്വാസം നാവിലല്ല, നമ്മുടെ കൈകളിലും പ്രവൃത്തിയിലുമാണ്. അവിടെയാണ് ഈ ചെറുപ്പക്കാരൻ ഗദരദേശത്തെ ഈ ഭൂതഗ്രസ്തനെ, ആരും സമീപിക്കാത്ത ഈ ഭൂതഗ്രസ്തനെ ക്രിസ്തു വരികമെന്ന് സൗഖ്യപ്പെടുത്തുമ്പം അവിടെ വേദപുസ്തകം കൃത്യമായിട്ടൊരു വാക്യം എഴുതുന്നുണ്ട്. അവന് സുബോധം വന്നു. എന്നിട്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യം, അവൻ സ്വന്തം വസ്ത്രങ്ങളെ എടുത്തണിഞ്ഞു. നഗ്നനായിരുന്നവൻ, സ്വന്തം ശരീരത്തെ വെറുക്കപ്പെട്ടവനാക്കി തീർത്തവൻ, വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ക്രിസ്തുവിനോട് പടകിലേക്ക് തിരികെ കയറുന്ന ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കട്ടെ? ക്യാൻ ഐ ഫോളോ യു? എനിക്ക് നിന്നെ അനുഗമിക്കാമോ? നമ്മളും ക്രിസ്തുവിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ എപ്പോഴും നിന്നിൽ അങ്ങ് വിശ്വസിക്കുക. പക്ഷെ അവിടെയാണ് ക്രിസ്തുവിനോട് പറയുന്ന മനോഹരമായൊരു മറ്റൊരു വാക്യമുണ്ട്. അതിൻ്റെ 19ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിന്നോട് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്നവനോട് പറഞ്ഞു. ഞാൻ നിന്നെ അനുഗമിക്കട്ടെ എന്ന് ചോദിച്ച് ഈ ഭൂതഗ്രസ്തനോട്, സുബോധം എന്നവനോട് ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, നീ മടങ്ങി തിരികെ നിന്റെ ഭവനത്തിലേക്ക് പോകാം. നിന്നോട് കരുണ കാണിച്ച ക്രിസ്തുവിൻ്റെ ചെയ്തികളെ കുറിച്ച് അവരോട് പറയുക. എന്നിട്ട് ആ വേദഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ഡെക്കപ്പോലി നാട്ടിലൊക്കെയും തനിക്ക് ലഭിച്ച കരുണയെക്കുറിച്ച് പ്രഘോഷിച്ചു. He was the first apostle among the Gentiles ever in the history of Christ. ക്രിസ്തുവിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, സുവിശേഷം എടുത്തു നോക്കിയാൽ, ആദ്യത്തെ വിജാതീയ മിഷൻ, ഞാൻ പറയും പൗലോസിന് മുമ്പ് പറയാവുന്ന ഒരാളാരാന്ന് ചോദിച്ചാൽ അത് ഈ ഭൂതഗ്രസ്തനായ ചെറുപ്പക്കാരനാണ്. എന്തുകൊണ്ടാ? അവന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച കരുണയെ ടേസ്റ്റ് ചെയ്തവരാണ്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്തവർക്ക് മാത്രമേ അത് പ്രവൃത്തിയിലൂടെ സാധ്യമാക്കാനും കഴിയത്തുള്ളൂ. ഇനി മനോഹരമായ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. എന്താണ് പ്രവൃത്തിയിലുള്ള വിശ്വാസം? നമ്മുടെ വലിയ നോമ്പിലെ ഒരു ഞായറാഴ്ച പ്രത്യേക ധ്യാന വിഷയം ഇതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19ാം അധ്യായം, പിറവിക്കുരുടന്റെ സൗഖ്യം. അറിയാമല്ലോ, അന്ന് നമ്മൾ അച്ഛന്മാരോടെല്ലാം കലഹിക്കും. കാരണം എന്നാ? വലിയ ഏവങ്കേലിയാണ്, വായിച്ചാലും തീരുകയില്ല. ഒരു രോഗി സൗഖ്യം ആവശ്യപ്പെടാതെ ക്രിസ്തു സൗഖ്യം കൊടുക്കുന്ന ഒരു വേദഭാഗമാണ് പിറവിക്കുരുടന്റെ സൗഖ്യം. അവിടെ ചെന്നിട്ട് ക്രിസ്തു ചെയ്യുന്നത് ഒരു വലിയ സർജിക്കൽ പ്രോസസ്സാണ്. എന്താണ് ചെയ്തത്? അവൻ നിലത്ത് തുപ്പി ചേറ് കുഴച്ച് അന്തൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു, നീ ശീലോഹാമിൽ പോയി കഴുകുക. നമ്മുടെ സുവിശേഷങ്ങളിൽ ഒരുപാട് രോഗസൗഖ്യങ്ങളെ കാണുന്നുണ്ട്. കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി, ഒരു വാക്കുകൊണ്ട് പറഞ്ഞ് സൗഖ്യപ്പെടുത്തി, ഇനി രോഗിയെ കാണാതെ പോലും സൗഖ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? അവിടെയാണ് എന്തിനാണ് ഈ ക്രമീകരണങ്ങളെല്ലാം അടുക്കടുക്കായിട്ട് ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്രയൊക്കെ ചിന്തിക്കാൻ പോയാൽ പിന്നെ ജീവിതത്തിൽ വേറൊന്നും ചെയ്യാൻ സമയം കാണും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മനോഹരമായൊരു പാഠഭാഗമാണ്. അത് നമ്മളെ ക്രിസ്തുവിൻ്റെ മിസ്റ്ററികളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന അനുഗ്രഹമായ ഒരു വേദഭാഗങ്ങൾ ഉൾക്കൊണ്ട ഒരു സുവിശേഷമാണ്. അവിടെയാണ് എന്തിനാണ് ഇത്രയും ക്രമീകരണങ്ങൾ ക്രിസ്തു ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവന്റെ ഈ പ്രവർത്തികളെ, ദൈവരാജ്യ മർമ്മങ്ങളെക്കുറിച്ചുള്ള സംസാരത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന പള്ളിപ്രമാണികളുടെ ഒരു കൂട്ടം ക്രിസ്തുവിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവരെപ്പോഴും ക്രിസ്തുവിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇങ്ങനെ പുറകെ നടന്നവരാ. അവിടെയാണ് ഒരു പിറവിക്കുരുടൻ ജീവിതത്തിന്റെ ഈ ദുരനുഭവങ്ങളോട് ഏകീഭവിച്ച ഒരു മനുഷ്യൻ, സൗഖ്യം ചോദിക്കാത്ത ഒരു മനുഷ്യൻ, അവനോട് ക്രിസ്തു വിളിച്ചിട്ട് പറയാണ്, ചേറ് കുഴച്ച് കണ്ണു തെച്ചിട്ട് പറയാ, നീ ശീലോഹാമിൽ പോയി കഴുകുക. നമ്മളാണ് എന്തോ ചെയ്തേനെ? നമ്മളാണ് സ്വമേധയാ ചോദിച്ചേനെ, വെറുതെ ഇരുന്ന് എന്നെ പിടിച്ചോണ്ട് ഇനി അവിടം വരെ നടക്കാൻ വിടേണ്ടി വല്ല കാര്യവും നിനക്കുണ്ടോ? ഇല്ലേ? നമ്മുടെ അച്ഛന്മാര്
നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന വിഷയം പറയുമ്പം ആൻറ്റി ഒന്ന് ഇന്ന പോലെ കാര്യങ്ങളും കൂടി ഒന്ന് ക്രമീകരിക്കാൻ പറയുമ്പോഴേക്കും അച്ഛൻ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, കൂടുതൽ ഉപദേശമൊന്നും തരേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ സ്വമേധ അങ്ങനെ തിരികെ ചോദ്യം ചോദിക്കുന്നവരാ. എന്നാൽ അവിടെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പരിചയപ്പെടുത്തുന്ന പിറവിക്കുരുടൻ നമുക്കൊരു മാതൃക തരുന്നത്. വാക്കിലല്ല ദൈവരാജ്യം, പ്രവൃത്തിയിലാണ്. അവനൊരു മറുവാക്ക് ചോദിക്കാതെ ശീലോഹാം കുളത്തിനരികെ നടന്ന നടത്തത്തിന്റെ പേരാണ് വിശ്വാസം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു മറുചോദ്യം ചോദിക്കാതെ ക്രിസ്തുവിന്റെ വാക്കിനോടുള്ള അവന്റെ അനുസരണത്തിന്റെ പ്രതിഫലനമായ ശീലോഹാമിലേക്കുള്ള നടത്തത്തിന്റെ പേരാണ് വിശ്വാസം. ഇത് നമുക്കുണ്ടോ? അവിടെയാണ് നമ്മൾ 1000 തവണ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം അനുഭവിച്ച ഒരു സന്ദർഭം, എൻ്റെ അരമനയിൽ ഒരു സ്ത്രീ വന്നു. ബാബാ തിരുമേനിയുടെ സഹോദരൻ പദ്ധതിയിലേക്ക് ഒരു അപേക്ഷയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. സ്വന്തം മകളുടെ ഉറക്കയും ലിവറും തകരാറിലായ ഒരു അമ്മയാണ്. ഭർത്താവില്ല, ഒരു മകനുണ്ട്, അവനും രോഗിയാണ്. യാതൊരു രീതിയിലും ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റത്തില്ല, സർജറിക്ക് വലിയ എമൗണ്ട് വേണം. അപ്പം ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടി നിൽക്കുന്നതുകൊണ്ട് സഹോദരൻ പദ്ധതിയിലേക്ക് ഒരു അപേക്ഷയാണ്. ഞാൻ അപേക്ഷയ്ക്ക് ഒരു ലെറ്റർ കൊടുത്തു. ഒരു ചെറിയ എമൗണ്ട് അവർക്ക് ലഭിച്ചു. അവർ നന്ദി സൂചകമായിട്ട് വീണ്ടും എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഇനിയും അങ്ങോട്ട് ലെറ്റർ അയക്കാൻ പറ്റത്തില്ല, എനിക്കും വലിയ സാമ്പത്തികം തരാനില്ല, ഞാൻ ഇതുപോലെ പ്രസംഗത്തിനൊക്കെ പോകുന്ന അച്ഛനാ, വല്ലതും കിട്ടിയാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, എല്ലാ മാസവും നിങ്ങൾക്കുള്ള പലചരക്ക് ഞാൻ മേടിച്ചു തരാം. ഇങ്ങനെ മുടങ്ങാതെ ഞാൻ എല്ലാ മാസവും മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാനങ്ങ് പാപ്പരായിപ്പോയി. അപ്പോൾ ഈ സ്ത്രീ എന്നെ നിരന്തരം ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. കുറേ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ ഈ പണമില്ല, ഞാൻ കിട്ടുമ്പം മേടിച്ചു തരാം. അന്ന് വൈകിട്ട് ഇവർ വീണ്ടും വിളിച്ചു. എന്നെ വല്ലാതെ അസഹ്യപ്പെടുത്തിയപ്പം ഞാൻ സ്ത്രീയോട് വല്ലാതെ കോപിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിൽ പണമൊന്നും ഏൽപ്പിച്ചിട്ടില്ല, എനിക്ക് സൗകര്യമുള്ളപ്പം ഞാൻ മേടിച്ചു തരും. കഠിനമായിട്ട് ഞാൻ പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് യാതൊരു നാണവും ഇല്ലാതെ ഈ കർത്തവ്യമായിട്ടുണ്ട്. ഞാൻ സന്ധ്യാനമസ്കാരത്തിൽ മദ്ബാഹയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അവിടെ ദൈവം എന്നോട് തിരിച്ചു വെച്ചോട്ടെ, കർത്തനാണ്, തനിക്ക് നാണമില്ലേ? ശരണമില്ലാത്തൊരു സ്ത്രീയോട് ഇത്രയും കഠിനമായൊരു വാക്ക് പറഞ്ഞിട്ട് തനിക്ക് എങ്ങനെ തോന്നി ദൈവം പരിശുദ്ധനാണെന്ന് തൻ്റെ ഈ നാവ് കൊണ്ട് പറയാൻ? ബാബാ തിരുമേനിയുടെ ഒരു പദ്ധതിയാണ്, ഒരു ചാരിറ്റി പ്രസ്ഥാനമാണ് പ്രമോദം അന്നദാന പദ്ധതി. ഏകദേശം 18ഓളം ഗവൺമെൻറ് ആശുപത്രികളിൽ നിർധനരായ രോഗികൾക്ക് എല്ലാ ദിവസവും 18 വർഷമായിട്ട് ഒരു നേരത്തെ ആഹാരം കൊണ്ടെത്തിക്കുന്നത് അതിൻ്റെ ചുമതലയാണ്. കഞ്ഞി വിളമ്പുന്ന ഒരച്ഛൻ, അതുകൊണ്ട് ഒരു കഞ്ഞിയച്ഛനാണ് ഞാൻ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു. അത് ബാബാ തിരുമേനിയോട് നിങ്ങൾ പോയി പറയരുത്. പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു. അരി വെച്ചിരിക്കുന്ന മുറിയുടെ താക്കോല് എൻ്റെ കയ്യിലാണ്. ഞാൻ രാത്രി ചെന്നിട്ട് ആ താക്കോലിട്ട് അരി വെച്ചിരിക്കുന്ന സ്റ്റോർ തുറന്നിട്ട് കുറച്ച് അരിയും പയറും ഒക്കെ കട്ടെടുത്തിട്ട് ഞാൻ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ടത്തേക്കിന് കുറച്ച് സാധനം ഞാൻ കരുതിയിട്ടുണ്ട്, ബാക്കി പിന്നീട്. അവരെത്രയും പെട്ടെന്ന് ഓടി വന്നു. അവർ മകനുമായിട്ട് വന്ന് ആ സാധനം എടുത്തുകൊണ്ട് പോയി. പിറ്റേ ദിവസം വൈകുന്നേരം ആ സ്ത്രീ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ 2 ദിവസമായിട്ട് ഞങ്ങൾ പട്ടിണിയിലായിരുന്നു. അച്ഛൻ തന്ന അരി കൊണ്ട് ഞങ്ങൾ കഞ്ഞി വെച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, അച്ഛനോട് വിളിച്ചൊരു നന്ദി പറയാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ ഒരു വാക്ക് ആ സ്ത്രീ പറഞ്ഞ ആ നന്ദിയാണ്. അതെനിക്കുള്ളതല്ല. ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു, പ്രസംഗത്തെക്കാൾ ശക്തമാണ് നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി. ഒരുപക്ഷെ ഞാൻ നാളെ മരണപ്പെട്ട എൻ്റെ ബന്ധുക്കാർ ദുഃഖിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പം ആ സ്ത്രീയും അവർക്ക് പോയ കുഞ്ഞും എനിക്ക് വേണ്ടി ദുഃഖിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മൂലധനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീനിങ് ഓഫ് ലൈഫ് ത്രൂ ആക്ഷൻ. നിങ്ങളുടെ പ്രവൃത്തിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് എന്തുമാത്രം ഒരു അർത്ഥം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ എത്ര പേരുടെ മുൻപാകെ സാക്ഷ്യം നേടിയെടുത്തിട്ടുണ്ട്. ഇത് 2ാമത്തെ ചോദ്യമായി ഞാനത് അവശേഷിപ്പിക്കാം. മീനിങ് ഓഫ് ലൈഫ് ത്രൂ ആക്ഷൻ. 3ാമതൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മീനിങ് ഓഫ് ലൈഫ് ത്രൂ സഫറിങ്. ഈ ചെറുപ്പക്കാരൻ്റെ ഈ ദുരനുഭവങ്ങളുടെ മധ്യേ നിന്നിട്ട് നമുക്കും ചോദിക്കാം, എൻ്റെ ജീവിതത്തിലും ഞാൻ ഒരുപാട് കയ്പനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 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 എന്തിനാണ് എനിക്ക് കയ്പനുഭവങ്ങൾ തരിക? ഞാൻ ഈ പള്ളി വന്നിട്ട് പേരുന്നാളും ഒന്നും പറയുന്നില്ല, അവരോട് പ്രത്യേകം പറഞ്ഞു പറയരുതെന്ന്. ഒരാളെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് വലിയൊരു ടെസ്റ്റിമണിയായിട്ട് തോന്നി. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മകൾക്കൊരു അനുഭവം ഉണ്ടായി.
പക്ഷെ അത് അങ്ങനെ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായപ്പോൾ, ആദ്യമൊക്കെ മാറിക്കിട്ടാൻ പ്രാർത്ഥിച്ചു, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായപ്പം ദൈവം അവിടെ അതിശയം പ്രവർത്തിച്ചു. വൈ ദിസ് സഫറിങ്? നമ്മൾ ചോദിച്ചിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും വേദനകളില്ലാത്ത മനുഷ്യരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പള്ളി വരണ്ട കേട്ടോ. ജീവിതത്തിൽ എന്തെങ്കിലും കയ്പനുഭവം ഇല്ലാത്ത മനുഷ്യനുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് ചോദിക്കാം, ഞാൻ നിരന്തരം പള്ളിയിൽ പോയിട്ടും നിന്നെ ആത്മാർത്ഥമായി വിളിച്ചിട്ടും നിന്നോട് കൈവിട്ട് കളയാതെ അപ്പാ നിന്റെ കാൽപാദങ്ങളെ ഞാൻ ഉരുമെഴുന്നിട്ടും എന്തേ എനിക്ക് ഈ വേദനകൾ വീണ്ടും വീണ്ടും തരുന്നു? ഇല്ലേ? കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു കഥ പറയാം. 2003 ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു ചിത്രമാണ് ബ്രൂസ് ഓൾമൈറ്റി. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കെവിൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. ബ്രൂസ് ഓൾമൈറ്റി എന്ന് പറയുന്ന ഒരു ചിത്രം, ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അശുഭകരമായിട്ടാണ് സംഭവിക്കുക, ഒന്നും ശുഭകരമായിട്ടില്ല. ഒരു നല്ല കാപ്പി എടുത്താൻ അവൻ തീരുമാനിച്ച കൈതട്ടി കാപ്പിപ്പൊടി താഴെ പോകും. അവനൊരു ജോലിക്ക് ഇങ്ങനെ ആഗ്രഹിച്ച് മുന്നോട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പം ലിഫ്റ്റ് വർക്ക് ചെയ്യത്തില്ല, വാഹനം മച്ചറാകും. ഇങ്ങനെ ഇവന് അവസാനം സഹികെട്ട് മേടിച്ച് ചെല്ലുമ്പം ആരും കൂടിയില്ല, ഇൻ്റർവ്യൂ ബോർഡിന് ആരുമില്ല. അവൻ അന്ന് ദൈവത്തെ കാണുകയാണ്. ഒരു നീഗ്രോയാണ് ദൈവമായിട്ട് അവിടെ വരുന്നത്. എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടതാ, എനിക്ക് വലിയ പ്രായമില്ലെന്ന് മനസ്സിലായോ. പക്ഷെ ആ ചിത്രത്തിൽ ദൈവവനുമായിട്ടൊരു എൻകൗണ്ടർ വന്നിട്ട് ബ്രൂസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ബ്രൂസ്, ഹാവ് യു എവർ സീൻ മിറക്കിൾ? നീ ജീവിതത്തിൽ അത്ഭുതം കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ പഞ്ചിമ്പള്ളിയിലെ അൽവാരസ് തിരുമേനിയുടെ ഖബറുള്ള ഈ ദേവാലയത്തിലെ ആളുകളോട് ഞാൻ ചോദിക്കുക, ഹാവ് യു എവർ സീൻ മിറക്കിൾ ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാട്ടിലൊക്കെയാണെങ്കിൽ ആൾക്കാർ പറയും, അച്ഛാ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്നാ? മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. നിങ്ങൾ ഒരു കൽക്കുരിശ് വെച്ചല്ലേ, ആ കൽക്കുരിശിൽ നിന്ന് നാളെ നല്ല സുഗന്ധമുള്ള എണ്ണ വന്നാൽ പിന്നെ ഇതാരാ? എന്താ പിന്നെ? ഇത് തീർത്ഥാടന കേന്ദ്രമാണ്. നാട്ടിലൊക്കെ മാതാവ് കരയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. മാതാവ് കരഞ്ഞ ഓർത്തോണം ദേശം മുടിഞ്ഞു. അതാണോ അത്ഭുതം? ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അത്ഭുതം എന്നുള്ളത് നമ്മുടെ പാഴ്മോഹങ്ങളാ. എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ കയ്പനുഭവങ്ങളെ മറികടക്കാൻ ദൈവബന്ധത്തിലായിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലെ ശക്തിയാണ് അത്ഭുതം. ആ സിനിമയുടെ ട്രെയിലർ 3 ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഹാവ് യു എവർ ഫെൽറ്റ് അൺഅപ്രിഷിയേറ്റഡ്? നിങ്ങൾ എവിടെയെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, വേണ്ട രീതിയിൽ ഒരു അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടില്ല? ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ എന്തൊക്കെ ജീവിതത്തിൽ അധ്വാനിച്ചാലും ചിലപ്പോൾ ഒരു ചെറിയ വീഴ്ച നമുക്ക് വരുമ്പം ഈ സ്ത്രീകൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, അല്ലേലും തൻ്റെ കൂടെ വന്ന നേരം തൊട്ട് എനിക്ക് കഷ്ടപ്പാടാണ്. നമ്മൾ വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞൊന്ന് വൈകുന്നേരം ഇരുന്ന് ക്ഷീണിച്ചിരിക്കുമ്പോഴത്തേക്കിനും ഈ കെട്ടിയവന്മാർ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, നിനക്ക് എന്നതാടി ഇവിടെ? ഈ പഞ്ചമി ചോദിക്കത്തില്ലയോ? ഈ നാട്ടിലൊക്കെയാണ് ഇതേ ഉള്ളു ചോദ്യം, അല്ലേ? ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഒരു പള്ളിയിൽ നിന്ന് മാറിപ്പോകുമ്പം സ്വാഭാവികമായി ആഗ്രഹിക്കും നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ. ഞാൻ പറഞ്ഞു തേഞ്ഞതാ, എങ്കിലും പറയാം. ഞാൻ ആദ്യം ഇരുന്നത് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയില്ല. 11 മാസം ഇരുന്നുള്ളൂ. 11 മാസം കഴിഞ്ഞ് ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ നേരത്ത് പള്ളിക്കാരനോട് പറഞ്ഞു, അച്ഛാ ഒരു സെൻഡ് ഓഫ് തരാം. ഞാൻ പറഞ്ഞു 11 മാസം ഇരുന്നതിന് സെൻഡ് ഓഫ്? പറഞ്ഞു, അച്ഛൻ കൊച്ചച്ഛനല്ലേ, ആദ്യത്തെ ഒരു ഇതല്ലേ, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയ സെൻഡ് ഓഫ്. സെൻഡ് ഓഫിന് ഇരുന്നപ്പം ഒരു മനുഷ്യൻ പ്രസംഗിച്ചു, ഇതുപോലെ ഒരു അച്ഛനെ ഇതിനു മുൻപ് ഞങ്ങൾ ഇല്ലാത്ത നെഞ്ചൊന്നുകൂടെ ഞാൻ വിരിച്ചങ്ങിരുന്നു. പക്ഷെ 2 മാസം കഴിഞ്ഞാണ് ആ നഗ്ന സത്യം ഞാൻ അറിഞ്ഞത്. അയാൾ ചെന്ന് പരാതി പറഞ്ഞിട്ടാണ് എന്നെ ആ പള്ളിയിൽ നിന്ന്. എൻ്റെ പൊന്നെ എബ്രാച്ച, ഇവർ പലതും പറയും, അച്ഛൻ വിശ്വസിക്കരുത്. നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വൈദികർ പലതും ചെയ്യാൻ ശ്രമിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ പേര്. പക്ഷെ അവിടെയാണ് ഞാൻ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, 29ാമത്തെ വയസ്സിൽ കെട്ടിക്കൊടുത്തൊരച്ഛനാണ്. അത് പേരിനെ പ്രശംസിക്കാൻ വേണ്ടി കൊടുത്തതല്ല, ഇങ്ങനെ പ്രസംഗിക്കാൻ പോയത് കൊണ്ട് കൊടുത്തതാ. അവിടെയാണ് കിഡ്നി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് വിളിക്കുമായിരിക്കും. വലിയ വിലയൊന്നും ഇല്ലെങ്കിലും 1-2 പൊന്നാടയെങ്കിലും ആരെങ്കിലും എന്നെ പൊന്നാട പോയിട്ട് 10 രൂപയുടെ ഒരു തോർത്ത് പോലും കിട്ടാത്ത ഒരച്ഛനാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു, സഭയിൽ നിന്ന് അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹം ബാക്കി വെച്ചിട്ടുണ്ട്, തന്നു. 5ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. 2ാമത്തെ ദിവസം കൊറോണയുടെ ആദ്യകാലമാണ്. എനിക്ക് മാരകമായ ഒരു കൊറോണ പിടിച്ചു. 10 ദിവസം
ഈ ലോകത്തിൽ വെച്ച് തന്നെ നരകം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു അച്ഛനാണ് ഞാൻ. 29-ാമത്തെ വയസ്സിൽ എൻ്റെ 30-ാമത്തെ പിറന്നാളിൻ്റെ അന്ന് ഞാൻ അറിയുന്നത് എനിക്ക് കോവിഡാണ്. കോവിഡ് കണ്ടെത്തി എന്നെ കൊണ്ട് ഒന്നിനും ആവതില്ലാത്ത, എൻ്റെ ശരീരം മുഴുവൻ ക്ഷീണിതനായിരിക്കുന്ന, മരണത്തോട് മല്ലടിക്കുന്ന 10 ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്: ഇനി എനിക്ക് മനുഷ്യന്റെ പ്രീതി വേണ്ട, മനുഷ്യന്റെ ഔദാര്യങ്ങളെ ആഗ്രഹിക്കുന്നില്ല, മനുഷ്യന്റെ കൃതജ്ഞതകളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊറ്റ കാര്യം മതി. എൻ്റെ കൂടെയുള്ളവരൊക്കെ ചോദിച്ചു, താൻ കാണിക്കുന്ന ഒരു മണ്ടത്തരമല്ലേടോ? ഈ ചെറുപ്പത്തിൽ ഇത് കൊടുത്തോണ്ടിരുന്ന സ്വാഭാവികമായിട്ട് മറ്റേ കിഡ്നി അടിച്ചു പോയിട്ട് അച്ഛൻ പോകത്തുള്ളൂ. കിടന്നുപോയ ആരുണ്ട് നോക്കാൻ? ഇല്ലേ? അവിടെയാണ് അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്. ഒരുപക്ഷെ എൻ്റെ മറ്റേ കിഡ്നി തകരാറിലായിട്ടായിരിക്കും ഞാൻ മരിക്കുന്നത്. ആരും നോക്കാനില്ലാതെ ഞാൻ കിടന്നു പുഴുത്തെന്ന് വന്നേക്കാം. പക്ഷെ ഒരു ദിവസം എൻ്റെ ഈ കഷ്ടതയ്ക്കപ്പുറം എൻ്റെ തമ്പുരാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പം ഈ എഴുന്നേറ്റിനേക്ക് ശേഷിയില്ലാത്ത അച്ഛൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉള്ളൂ: അപ്പാ, നീ എന്നെ കൊണ്ടുപോകുമ്പം നിന്റെ തേജസ്സുള്ള മുഖം കാണുന്ന അനുഭവത്തിലേക്ക് എന്നെ പ്രവേശിക്കണം. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചതുപോലെ സമൃദ്ധമായ ജീവനിലേക്ക് പ്രവേശിപ്പിക്കണം. മനുഷ്യന്റെ ഔദാര്യങ്ങളെ ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മക്കളെ വളർത്തുന്നവരല്ലേ നിങ്ങൾ? ഞാനൊരു വെറുതെ ഒരു ടിപ്പ് തരാം. മക്കളില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് തരുന്നത്. അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കണം. ഒരുപാട് സമ്പാദിച്ചവരുടെ പേർക്ക് ഇടണ്ട. ദൈവഭയം അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ ജീവിച്ചാൽ കിട്ടുന്നതൊക്കെ ബോണസാണ്. അവിടെ എന്തുണ്ടാകത്തില്ല? ജീവിതത്തിൽ മനുഷ്യർ ചെയ്തില്ല എന്നുള്ള പരിഭവങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അവിടെ ജീവിതത്തിലെ കയ്പനുഭവങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സഹായിക്കും. 2, ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഹാവ് യു എവർ കംപ്ലൈന്റ് ടു ഗോഡ്? നിങ്ങൾ ദൈവത്തോട് പരാതിപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? അച്ഛൻ എന്നെ ഭാഗ്യവാൻ അച്ഛ, പൊതുയോഗം ഇതുപോലാണോ? ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ദൈവത്തോട് പരാതിപ്പെട്ടിട്ടുണ്ടോ? നുണ പറയരുത്. എന്നെ കാണാൻ വലിയ ഇതില്ലെന്നേ ഉള്ളൂ, ഞാനൊരു സന്യാസി അച്ഛനാ. നുണ പറയരുത്. ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവത്തോട് പരാതിപ്പെടുന്നവരാണ്. അടുത്തിടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വാർത്തയായിരുന്നു നമ്മുടെ ഗോവിന്ദച്ചാമി ജയിലിയാടി. പുള്ളിക്ക് മട്ടൻ ബിരിയാണി കിട്ടിയത് പോരാ, തികഞ്ഞില്ല, പുള്ളി ജയിലിയാടി. എന്തായാലും കേരള പോലീസ് പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചു പിടിച്ചിട്ടു. ഗോവിന്ദച്ചാമി ജയിലിയാടിയതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്തകൾ വന്നപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്താണ് ഞാനൊരു വാർത്ത കണ്ടത്. ഈ സൗമ്യ വധക്കേസിലാണ് ഗോവിന്ദച്ചാമി പിടിക്കപ്പെട്ടത്. കേരളം കണ്ട ഏറ്റവും ബ്രൂട്ടൽ മർദ്ദറായിരുന്നു സൗമ്യയുടേതെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഷെർലി വാസ് എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞത്. അത്രയ്ക്ക് മൃഗീയമായിട്ടാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അവളെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അവളുടെ ഈ ജോയിന്റുകളെല്ലാം നുറുങ്ങി, തൊണ്ടയിൽ ഇങ്ങനെ കുരുങ്ങിയിട്ട് ശ്വാസം വലിക്കാനാവാതെ കരടിയൊരു മുരൾച്ച പോലെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണ് ആ മനുഷ്യൻ ശാരീരികമായി ഭോഗിച്ചത്. അവിടെയാണ് നമ്മുടെ ആളൂർ വക്കീൽ പോയി അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച് ലൈഫ് ഇംപ്രിസൺമെന്റ് ആക്കിയൊക്കെ ചുരുക്കി കൊടുത്തത്, മരണപര്യന്തം ഒക്കെ ആക്കി കൊടുത്തത്. അപ്പൊ ഇത്ര ദാരുണമായൊരു മരണം തൻ്റെ മകൾക്ക് സംഭവിച്ചത് കണ്ടു നിന്ന ഒരമ്മ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടത് അല്ലേ? എത്ര കഠിനമായിരിക്കും ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ അത്രമേൽ ദാരുണമായൊരു മരണം കണ്ടത്. അവിടെയാണ് ഈ അടുത്തിടെ മറ്റൊരു വാർത്ത മനോരമ വന്നു. ഈ സൗമ്യക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഒരു ജോലിയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു, ഒരു ഗവൺമെന്റ് ജോലി. പക്ഷെ അടുത്തിടെ ഒരു വാർത്ത വന്നു, ആ ചെറുപ്പക്കാരൻ ജോലി സ്ഥലത്തിനടുത്ത് താമസിക്കുന്ന വീട്ടിൽ മുറിക്കകത്ത് മരണപ്പെട്ട നിലയിൽ കിടക്കുന്നു. ദാരുണമായി കൊല്ലപ്പെട്ട ഒരു മകളുടെ വേദന അറ്റുപോകുന്നതിന് മുമ്പ് തന്റെ കോപിച്ചുകൊണ്ടിരിക്കുക ഇല്ലേ? ഇനി ഓർത്തു നോക്കിയേ, എന്തുകൊണ്ടാണ് ദൈവത്തോട് നമ്മുടെ പരാതികൾ അവസാനിക്കാത്തത്? കാരണം ഇതാണ്, നമുക്കറിയാത്തൊരു കാര്യമുണ്ട്. ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ എണ്ണാൻ നമുക്കറിവില്ല. നിങ്ങൾ നോക്കിക്കേ, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതൊക്കെ നിങ്ങളുടെ മിടുക്ക് കൊണ്ടാണോ? നമ്മുടെ സാമർഥ്യം കൊണ്ടാണോ? ഞാൻ ഇന്നീ കറുപ്പായി പണിഞ്ഞ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ യാതൊരു മിടുക്ക് കൊണ്ടുമല്ല. ഞാൻ മിടുക്കനല്ല എന്ന് ദൈവത്തിൻ്റെ സന്നിധി സമ്മതിച്ചപ്പം ദൈവം എനിക്ക് വേണ്ടി അയച്ചു തന്ന ചില മനുഷ്യരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്, ഇല്ലേ? ഈ ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ അനുഗ്രഹങ്ങളെ എണ്ണാൻ പഠിക്കുമ്പം ദൈവത്തോടുള്ള പരാതികളുടെ എണ്ണം കുറയും. കയ്പനുഭവങ്ങളെ മറികടക്കാൻ നമ്മൾ പഠിക്കും. കഷ്ടതകളിൽ നിന്ന് ജീവിതത്തിനോട് അർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഹാവ് യു എവർ ഫെൽറ്റ്
ലൈഫ് വാസ് സോ അൺഫെയർ ടു യു. നമുക്ക് തോന്നിയിട്ടുണ്ടോ ജീവിതം അത്ര നീതിയോടുകൂടിയല്ല എന്നോട് പ്രവർത്തിക്കുന്നത്? ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വാർദ്ധക്യം, അല്ലേ? ഇവിടെ അത്രമേൽ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സഭ അതുകൊണ്ട് പുതിയൊരു പദ്ധതിയൊക്കെ രൂപപ്പെടുത്തി ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ജീവിതം എന്നോട് നീതിയോടുകൂടി പെരുമാറുന്നില്ല എന്ന ഒരു ഡിപ്രഷൻ, ഒരു തോന്നൽ. ഇത് പല അനുഭവങ്ങളിൽ നിന്ന് വരാം. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ദുരനുഭവങ്ങൾ വരുമ്പോൾ മനുഷ്യരെണ്ണും. ഉച്ചവരുടെ വേർപാടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിക്ക് മോശമായിരുന്നു മെച്ചപ്പെട്ട് വരുമ്പം ഒരു രോഗം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ മക്കൾ കൈവിട്ട് പോകുന്നതായിരിക്കാം, അവർക്കുണ്ടാകുന്ന അസുഖങ്ങളായിരിക്കാം, അല്ലേ? അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പം നമ്മൾ പറയും ജീവിതം അത്ര നീതിയോടുകൂടിയല്ല എന്നോട് പെരുമാറിയത്. പത്തനാപുരത്ത് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, കേട്ടിട്ടുണ്ടോ? പത്തനാപുരംകാരുണ്ടെങ്കിൽ നിർബന്ധമായും കേട്ടിരിക്കും. ആ സ്ഥാപനത്തിൽ ആരോരുമില്ലാത്ത മനുഷ്യരെ പാർപ്പിക്കുന്ന, പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരിക്കൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ഗർഭിണിയായ, ഭർത്താവിൻ്റെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയമായ ആരുമില്ലാത്തൊരു പെൺകുട്ടി. അവളെ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ്, അവൾ ഗർഭിണിയാണ്, ആരോരും അവളെ ഏറ്റെടുക്കാനില്ല. ഗാന്ധിഭവൻകാരെ ഏറ്റെടുത്തു. അവൾ അവിടെ വെച്ച് വീണ്ടും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾ വീണ്ടും നിരാശയിലായി. കാരണം എന്താ? ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, തൻ്റെ ജീവിതത്തിന് കൂട്ടുപോരാൻ ആരുമില്ല. എന്നാൽ അവൾക്ക് ജനിച്ചത് വീണ്ടും ഒരു പെൺകുഞ്ഞും കൂടിയാണ്. നിരാശയിൽ ആണ്ടുപോയ ഈ പെൺകുഞ്ഞുമായിട്ടിരിക്കുമ്പം ഗാന്ധിഭവൻകാർ പറഞ്ഞു, ഇവിടെ ജനിച്ച കുഞ്ഞല്ലേ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ 28-ാം ദിവസം 28 കെട്ടണം, നൂല് കെട്ടണം, ആഘോഷമായിട്ട് നൂലുകെട്ട് നടത്തണം. അങ്ങനെ ഗാന്ധിഭവൻകാർ പറഞ്ഞു, അന്തേവാസികളെല്ലാം കൂടി ഈ പെൺകുഞ്ഞിൻ്റെ നൂലുകെട്ടിന് നമുക്ക് ഒരുമിച്ച് കൂടാം. ഇവർ 28 നൂലുകെട്ട് നിശ്ചയിച്ച അതേ ദിവസം തന്നെ പത്തനാപുരം ദേശത്തുള്ള ഈ തൊഴിലുറപ്പ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പറമ്പിലെ ഓച്ചയും വെള്ളവും ഒക്കെ പറിക്കുന്ന ദരിദ്രകളുടെ കൂട്ടമാണ്, പാവപ്പെട്ട സ്ത്രീകളാണ്. അങ്ങനെ കുറെ ദരിദ്രകളായ സ്ത്രീകൾ ഗാന്ധിഭവൻ കാണാനെന്ന് വരുന്നുണ്ട്. നോക്കിയപ്പോഴാണ് ആ ദരിദ്രകളുടെ കൂട്ടത്തിൽ ദരിദ്രകളുടെ രാജ്ഞിയായൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു, വിലാസിനി ചേച്ചി. ഒരു ഹൈന്ദവ സ്ത്രീയാ. അവരെ കണ്ടാലേ ഒരു അയ്യോഭാവം തോന്നും. ഒരു ക്യാൻസർ രോഗി കൂടിയാണ്. ജീവിതത്തിൽ ആരുമില്ലാത്ത, സഹായത്തിന് ആരുമില്ലാത്ത, ഈ തൊഴിലുറപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന, മരുന്നിന് കൃത്യമായൊരു വകുപ്പില്ലാത്തൊരു സ്ത്രീയാണ് വിലാസിനി ചേച്ചി. വിലാസിനി ചേച്ചി ഗാന്ധിഭവനിൽ വന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മാരകമായ കാഴ്ച കാണുന്നത്. എന്താണ്? പ്രതീക്ഷയറ്റുപോയ ഒരു പെൺകിടാവ് ഇതാ ഒരു പെൺകുഞ്ഞുമായിട്ടിങ്ങനെ നിൽക്കുന്നു. ആ പെൺകുഞ്ഞിൻ്റെ അരയിൽ ഒരു കറുത്ത ചരടിങ്ങനെ കെട്ടാൻ പോയപ്പം വിലാസിനി ചേച്ചിയുടെ ഉള്ളു പടഞ്ഞു പോയി. വിലാസിനി ചേച്ചിയുടെ ജീവിതത്തിൽ ആകെ ഒരു സമ്പാദ്യമേ ഉള്ളായിരുന്നു, വാഴനൂരിൻ്റെ കനമുള്ള ഒരു സ്വർണ്ണമാല. ആകെ അതേയുള്ള സമ്പാദ്യം. ഹൈന്ദവ സ്ത്രീയായ വിലാസിനി ചേച്ചി എന്തെന്നറിയാവോ? ഇത് സഹിക്കവയ്യാതെ കഴുത്തേ കിടന്ന് വാഴനൂര് പോലത്തെ ആ മാലയോരി പെൺകുഞ്ഞിനങ്ങിട്ട് കൊടുത്തു. ഇവിടെ സഭയെ കാതോലിക്കാ തൊട്ട് എല്ലാ തിരുമേനിമാരും സമാജക്കാരോട് പറയുക, നിർധനരായ പെൺകുട്ടികളെ കെട്ടിക്കാൻ മാലയുടെ ഒരു കണ്ണി തരാമോ? പക്ഷെ നമ്മൾ കുലുക്കിട്ടും നമ്മുടെ സ്വർണ്ണം ഇതുവരെ താഴോട്ട് വീണിട്ടില്ല, അല്ലേ? നമ്മൾ എത്രയൊക്കെ ചെയ്താലും അതിന് മുതിരത്തില്ല. എന്നാൽ നമ്മൾ പഴയ നിയമത്തിൽ ഏലിയാവിനെ പറ്റി വിധവയുടെ കഥ പറയുമ്പം നമുക്ക് വലിയ ആവേശമാണ്. അവിടെ ഓർത്തോണം, പഴയ നിയമത്തിൽ ഏലിയാവിനെ പറ്റി വിധവ ഇന്നും മരിച്ചിട്ടില്ല. വിലാസിനി ചേച്ചി ഈ പെൺകുഞ്ഞിന് തൻ്റെ ആകെ ജീവിതത്തിലുള്ള സമ്പാദ്യം ഊരിക്കൊടുത്തപ്പം ഗൾഫ് നാട്ടിലുള്ള മലയാളികളൊക്കെ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? വാഴനൂര് പോലെ ഉണ്ടായിരുന്ന ആ മാലയ്ക്ക് പകരം വലിയ കയറ് പോലത്തെ സ്വർണ്ണമാല വിലാസിനി ചേച്ചിക്ക് മറുപടിയായിട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും കൂടെ ഗാന്ധിഭവനിലോട്ട് ഓടണ്ട, കയറൊന്നും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം കടക്കാരനല്ല. നിർധനയായ വിധവ ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് ചില്ലിക്കാശ് കണ്ട ദൈവം നിങ്ങളുടെ എളിയ പ്രവർത്തനങ്ങളെയും ഏത് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെയും മാനിക്കും, അല്ലേ? പക്ഷെ ഇന്ന് നമ്മുടെ പ്രവർത്തികൾക്ക് ദൈവം പ്രതിഫലം തരാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? ദൈവം കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, മനുഷ്യർ കാണാൻ വേണ്ടിയിട്ടാണ്. ദൈവം കാണാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യർ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പള്ളിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ മനുഷ്യർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി അച്ഛൻ പോയി ഒരു മനുഷ്യനോട് സഹായം ചോദിച്ചു. അപ്പം അദ്ദേഹം പണം കൊടുത്തിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ഓർത്താൽ മതി, മേടിക്കുന്ന അച്ഛൻ്റെ കൈ താഴെയും തരുന്ന എൻ്റെ കൈ
മേളിലുമാണ്. കൊടുത്ത പലർക്കും ഈ ധാരണയുണ്ടായിട്ടുണ്ട്. അച്ഛന്മാരോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. കൊടുത്ത ഞങ്ങളുടെ കൈ മേളിലും മേടിച്ച അച്ഛൻ്റെ കൈ താഴെയും. കൊറോണ കാലത്ത് കുർബാനകളൊക്കെ ദേവാലയങ്ങളിൽ മുടങ്ങിയ സമയത്ത്, ആർക്കും പങ്കെടുക്കാൻ പറ്റാത്ത സമയത്ത് ഞങ്ങളുടെ ഭദ്രാസനത്തിലൊരു അച്ഛൻ മൊബൈലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, പ്രിയ വിശ്വാസികളെ, നിങ്ങളെല്ലാവരും ദേവാലയത്തിന് മാസവിധി അടയ്ക്കണം, ശമ്പളവിഹിതം അടയ്ക്കാനാണ്. ഒരു ചെറുപ്പക്കാരൻ, ബിരുദനായ ഒരു ചെറുപ്പക്കാരൻ തിരിച്ച് അച്ഛന് ഒരു മെസ്സേജ് ഇട്ടു, അച്ഛാ ഇപ്പോൾ യൂട്യൂബിലാണ് ഞങ്ങൾ കുർബാന കാണുന്നത്, പിന്നെ എന്തിനാണ് മാസവിധി അടയ്ക്കുന്നത്? അപ്പം അച്ഛന് വലിയ സങ്കടമായി. അച്ഛൻ എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പണ്ടേ ഒരു തല്ലുപള്ളി അച്ഛനായതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇന്ന് തന്നെ അവന് തിരിച്ചൊരു മെസ്സേജ് ഇടണം, അവനോട് ചോദിക്കണം, നിൻ്റെ ആരെങ്കിലും ചത്തുപോയാ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയോ അതോ പള്ളി കൊണ്ടുവന്ന് നടക്കണമെന്ന് ചോദിച്ചു. നമുക്കിഷ്ടമാണ്, എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ പ്രവൃത്തികളെ ദൈവം അംഗീകരിക്കാത്തതിന് കാരണം മനുഷ്യരുടെ മുൻപാകെ വിളങ്ങേണ്ടതിന് നമ്മൾ ചിലത് ചെയ്യുക. ഞാൻ ഈ സ്ത്രീയെ പരിചയപ്പെടുത്തുക മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ജീവിതത്തിൽ ദുരനുഭവങ്ങളുടെ കയ്പ് ചൂളയിലൂടെ ആവർത്തിച്ച് കടന്നുപോയൊരു സ്ത്രീ മറ്റൊരു പെൺകുട്ടിയുടെ വളരെ ദാരുണമായൊരവസ്ഥ കണ്ടിട്ട് തനിക്കുള്ളത് പങ്കിട്ട് കൊടുക്കുന്നിടത്ത് കാണിച്ചു തരുന്നത് ഒരു ക്രിസ്തീയ സാക്ഷ്യമാണ്. അവസാനിക്കാത്ത ക്രിസ്തീയ സാക്ഷ്യം. നമ്മളും ചിന്തിക്കും, എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കയ്പനുഭവങ്ങൾ? ഞാൻ ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്. ഞാൻ കുറേ നാളുകളായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരച്ഛനാണ്, എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരച്ഛനാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ദുരനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത്? അപ്പം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, താൻ ഈ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലേ തനിക്കെതിരെ നിൽക്കുന്ന മനുഷ്യൻ്റെ ആ സങ്കടങ്ങളെ ആ ഗ്രാവിറ്റിയിൽ മനസ്സിലാക്കുവാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ നിനക്ക് കഴിയത്തുള്ളൂ. അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ സുഖം മാത്രമല്ല, ആ കയ്പനുഭവങ്ങളും നീ അറിയണം, ഇല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കയ്പനുഭവങ്ങളിൽ ദൈവത്തോട് പരാതിപ്പെടരുത്. മറിച്ച് ചോദിക്കണം, എന്താണ് ഇതിൽ നീ ഉദ്ദേശിക്കുന്ന എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അർത്ഥം? ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഇച്ചിരി വെളിച്ചം വേണം. അങ്ങനെ ചോദിച്ച ഒരു പിതാവിൻ്റെ മണ്ണില, അല്ലേ? ലഭിച്ച അംശവസ്ത്രങ്ങൾ പോലും ധരിക്കാൻ കഴിയാതിരുന്ന, പകിട്ടുള്ള വസ്ത്രങ്ങൾ പോലും ധരിക്കാൻ അനുവാദമില്ലാതിരുന്നിട്ടും വസ്ത്രത്തിലല്ല, വ്യക്തിത്വത്തിലാണ്, വിശ്വാസത്തിലാണ് ഓർത്തഡോക്സി എന്ന് ജീവിതം കൊണ്ട് കാണിച്ചൊരു പിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടിരിക്കുമ്പം നമുക്ക് പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ എത്ര വലിയ കയ്പനുഭവങ്ങളിലൂടെ കടന്നുപോയാലും എൻ്റെ ദൈവത്തോട് ഞാൻ പിറുപിറുക്കുകയില്ല. എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന 3 തലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു. എന്തുമാത്രം നിങ്ങൾക്കത് ഹൃദ്യമായി എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പ്രശ്നം അവസാനിപ്പിക്കുക. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ദാരുണമായൊരവസ്ഥയിലേക്ക് സ്വമേധയാ കടന്നുപോയ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അതിനുവേണ്ടി അവനെ ആരും സഹായിക്കാനില്ലായിരുന്ന, സ്വന്തം ശരീരത്തെ വ്രണപ്പെടുത്തി മുറിവേൽപ്പിച്ച, നഗ്നത മറയ്ക്കാൻ പോലും സാഹചര്യങ്ങളില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരനെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രം ക്രിസ്തു നടത്തിയ ഒരു യാത്ര. ഗോഡ് കൺസേൺസ്, അല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. എന്നെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിൽ ഉണ്ട്. ഗോഡ് കൺസേൺസ് എന്ന് പറഞ്ഞ ഒരു സുവിശേഷ ഭാഗം, ഈ വേദഭാഗം അവസാനിക്കും പറയുന്നത് ഇങ്ങനെയാണ്: അവൻ സുബോധം വീണ്ടെടുത്ത് അവൻ്റെ സുബോധത്തിൽ അവൻ ചോദിച്ചു, ഞാൻ നിന്നെ പിന്തുടരട്ടെ? കർത്താവ് പറഞ്ഞു, എന്നെ പിന്തുടരുവാനല്ല, തിരികെ നിന്റെ ഭവനത്തിലേക്ക് പോയി നിനക്കുള്ളവരോടൊക്കെ ദൈവം നിന്നോട് കാണിച്ച കരുണ ഘോഷിക്കുക. ഈ പ്രഘോഷണമാണ് ഇന്ന് ഈ 3 കാര്യങ്ങളിലൂടെ നിങ്ങളെ ഞാൻ ഭരമേൽപ്പിച്ചത്. ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ അത് പ്രഘോഷിക്കാൻ 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മീനിങ് ഓഫ് ലൈഫ് ത്രൂ എക്സ്പീരിയൻസ്. അനുഭവങ്ങളിലൂടെ ജീവിതത്തിനൊരർത്ഥം കണ്ടെത്തണം. ആയിരിക്കുന്ന സ്ഥാനങ്ങളെ ഭംഗിയായി അലങ്കരിച്ച് ആയിരിക്കുന്ന ഇടങ്ങളെ അനുഗ്രഹമാക്കുവാൻ ഇടയാകണം. 2, മീനിങ് ഓഫ് ലൈഫ് ത്രൂ ആക്ഷൻ. വാക്കിലല്ല, പ്രവൃത്തിയിലൂടെയുള്ളൊരു വിശ്വാസം. 3, മീനിങ് ഓഫ് ലൈഫ് ത്രൂ സഫറിങ്. കഷ്ടതകളിലൂടെ ജീവിതത്തിനൊരർത്ഥം കണ്ടെത്താൻ സാധിക്കണം. ഇങ്ങനെ സാധിച്ച് വിജയിച്ച മനുഷ്യർ എത്ര കാലം കഴിഞ്ഞാലും 102ാമത്തെ വർഷവും ശോഭിതയോടുകൂടി ഇങ്ങനെ മലങ്കര സഭയിൽ നിൽക്കുന്ന ഈ പിതാവിനെ പോലെ നമ്മളും ശോഭിക്കും. ദാറ്റ് ഈസ് റിസറക്ഷൻ. കല്ലറകളിൽ അടങ്ങുന്നതല്ല, അതിനപ്പുറത്തേക്ക് നമ്മളെ ഓർക്കാൻ ചിലരെ അവശേഷിപ്പിക്കുന്നതിൻ്റെ പേരാണ് പുനരുത്ഥാനം. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 7:25 തുടങ്ങിയത്, 8:25 നിർത്താം. മഹാഭാരതം
എനിക്കിഷ്ടമുള്ള ഒരു എപ്പിക്ക. മഹാഭാരതത്തിലെ മഹാനായ ഒരു ഗുരുവാണ് ഭീഷ്മർ. ഭീഷ്മർ പഞ്ചപാണ്ഡവരോട് പറഞ്ഞൊരു കഥയാണിത്. അത് പള്ളിയിൽ വരുന്ന വിശ്വാസികളെ നമുക്കെല്ലാവർക്കും ബാധകം, ദൈവമുമ്പാകെ ഉണ്ടാകണമെന്നൊരു ബോധ്യമാണ്. കഥ ഇതാണ്. ഒരിക്കലൊരു സന്യാസിക്ക്, ആശ്രമത്തിൽ ജീവിക്കുന്ന ഒരു സന്യാസിക്ക് ഒരു ചെറിയ പട്ടിക്കുട്ടിയെ കിട്ടി, നായ്ക്കുട്ടിയെ. അദ്ദേഹം ഈ മരിക്കാറായി കിടന്ന ഈ നായ്ക്കുട്ടിയെ എടുത്തുകൊണ്ട് ആശ്രമത്തിൽ വന്നു. ചോറും പാലും ഒക്കെ കൊടുത്ത് ഈ പട്ടിക്കുട്ടി നല്ല തക്കിടുമുണ്ടനായി, നല്ല സുന്ദരനായി. ആശ്രമത്തിലൂടെ ഇങ്ങനെ സന്തോഷിച്ച് തുള്ളിച്ചാടി ഈ സന്യാസിയുടെ കാലുരുമി ഇങ്ങനെ ഈ പട്ടിക്കുട്ടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ദിവസം ആശ്രമ മുറ്റത്തേക്ക് ഒരു ചെന്നായി കടന്നു വന്നു. പട്ടിക്കുട്ടി പേടിച്ചു പോയി. ചെന്നായി കണ്ടോ പേടിച്ച് പട്ടിക്കുട്ടി ഓടി സന്യാസിയുടെ കാൽ ചവിട്ടിപ്പോയി. സന്യാസി ഇവൻ്റെ പേടി കണ്ടിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ആ ചെന്നായെ പോലെ നിന്നെ ഒരു ചെന്നായാക്കാം. മന്ത്രം ചൊല്ലി ഈ നായ്ക്കുട്ടിയെ ഒരു ചെന്നായാക്കി. ഇവൻ ചെറിയ അഹങ്കാരത്തോടു കൂടി കാട്ടിലോട്ട് പോയി. ഇനി ആരെയും പേടിക്കണ്ട. ചെന്നായി കളിച്ച് കാട്ടിനകത്തോട്ട് പ്രവേശിച്ചപ്പോഴാണ് അണ്ട്രാ മതമുള്ളവരൊക്കെ ആനവിൻ്റെ മുമ്പിലോട്ട് വരുന്നു. ചെന്നായായ പട്ടിക്കുട്ടി പേടിച്ചോടി സന്യാസിയുടെ അടുക്ക വന്നു. സന്യാസി മന്ത്രം ചൊല്ലി ഇവനെ ഒരൊറ്റ കൊമ്പനാക്കി, മതവിളകി ഒരു കൊമ്പനാനയാക്കി. ഇവൻ മതിച്ചു പൊളച്ച് തിരിച്ച് കാട്ടിലോട്ട് പോയി. ഇങ്ങനെ കാട് പൊളച്ച് നടക്കുമ്പോഴാണ് ഈ ആനയുടെ മസ്തകത്തടിച്ചവന് വീഴ്ത്താൻ പറ്റുന്ന ഒരു സിംഹമെതിരെ വന്നു. പഴയ നായയായ ആന തിരിച്ച് പേടിച്ചോടി ആശ്രമത്തിൽ വന്നു. ഇവൻ്റെ പേടിച്ച് വിറയൽ കണ്ടിട്ട് സന്യാസി എന്ത് ചെയ്തു? മന്ത്രം ചൊല്ലി ഈ പഴയ നായ്ക്കുട്ടിയായ ആനയെ ഒരു സിംഹമാക്കി. സിംഹമായി കഴിഞ്ഞപ്പം ഇവൻ ആരായി? കാട്ടിലെ രാജാവായി. പിന്നെ ഇവൻ ആരെയും പേടിയില്ല. അപ്പോഴാണ് ഇവനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഈ സന്യാസിയുടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. തൻ്റെ കഴിഞ്ഞകാല ജീവിതം, താൻ വെറും ഒരു പട്ടിക്കുട്ടിയായിരുന്നു എന്ന് ചരിത്രം അറിയാവുന്ന ലോകത്തിലെ ഒരേ ഒരു മനുഷ്യനാരാ? സന്യാസിയാ. അതുകൊണ്ട് ഇനി പുള്ളിയെ വെച്ചോണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് സിംഹം എന്ത് ചെയ്തെന്നറിയാവോ? ഗർജിച്ചോണ്ട് കാട്ടിൽ നിന്ന് ആശ്രമത്തിലേക്ക് പാഞ്ഞെടുത്തു. അത് അവസാനിക്കുന്ന എങ്ങനെയാണ്? സന്യാസി പഴയ മന്ത്രം ചൊല്ലി ഈ സിംഹത്തെ നായ്ക്കുട്ടിയാക്കി ആശ്രമത്തിൻ്റെ മൂലയ്ക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഈ പള്ളി ജീവിതം കൊണ്ട്, ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് നമ്മൾ പലതുമായിട്ടുണ്ട്. പക്ഷെ ആയി കഴിയുമ്പം നമുക്കുണ്ടാകാവുന്ന ഒരു പ്രതിസന്ധിയാണ്, ഇതാക്കിയത് ദൈവമാണെന്നുള്ള ബോധ്യം നമുക്ക് ചിലപ്പം കളഞ്ഞു പോകും. അങ്ങനെ കളഞ്ഞു പോയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ഒറ്റയടിക്ക് ചിലപ്പം ആ പഴയ നായ്ക്കുട്ടിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ. അതുകൊണ്ട് ദൈവത്തോട് കൃതജ്ഞതാഭരിതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം, വേണ്ടേ? വിശുദ്ധ കുർബാന അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പ്രഷനാണ്. ഏറ്റവും വലിയൊരു എക്സ്പ്രഷനാണ്, നന്ദി സൂചകമാണ് വിശുദ്ധ കുർബാന. ഈ പെരുന്നാളിൽ ഈ പിതാവിൻ്റെ മധ്യസ്ഥ ലഭ്യപ്പെട്ട് ഈ ആരാധനകളിൽ പങ്കെടുക്കുമ്പം നിങ്ങൾ ആദ്യം തൊട്ടവസാനം വരെ പ്രാർത്ഥിക്കേണ്ടുന്നൊരു പ്രാർത്ഥന, എന്നെക്കുറിച്ചൊരു കരുതിയ ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു. നീ തന്നതല്ലാതെ ഒന്നുമില്ല. എന്നാൽ ഇപ്പോഴും ഞാൻ ചിലതിനു വേണ്ടി പ്രതിസന്ധിയിൽ അകപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പാ എനിക്ക് പരാതികളില്ല. പക്ഷെ വീണ് പോകാതിരിപ്പാൻ എന്നെ നിൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കണം. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. വീണ് പോകാതിരിപ്പാൻ എന്നെ നിൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം അനുഗ്രഹീതമായി പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ബലഹീന എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.